ഹലോ ഗായ്സ്, ഞാൻ അടിപൊളി വീഡിയോ ഇന്നത്തെ വീഡിയോ പറഞ്ഞത് നമുക്ക് ഒരു അടിപൊളി മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ ഇതാ കാർഡ്ബോർഡ് കൊണ്ട് കട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു പീസ് ഉണ്ടാക്കിയാണ്. അത് ഫസ്റ്റ് ഇങ്ങനത്തെ 2 സ്ക്വയർ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് എന്താ ഒരു A4 പേപ്പറിൽ ഒട്ടിച്ചിട്ട് ഉണങ്ങാൻ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സെയിം സൈസിൽ നമുക്ക് ഇത് വേണം, എന്താ പറയുക, പേപ്പേഴ്സിൻ്റെ കുറേ പീസസ് വേണം. ഞാൻ ആദ്യം ചെയ്തപ്പം ഏകദേശം ഒരു വലിപ്പമുണ്ട് എൻ്റെ, പക്ഷേ പിന്നെ കട്ട് ചെയ്ത് വന്നപ്പോൾ അതിന് കുളമായി. അങ്ങനെയല്ല, ഏകദേശം സ്റ്റിക്കി നോട്ടിൻ്റെ സൈസ് ഉണ്ട് കട്ട് ചെയ്ത് വന്നപ്പോൾ അതാണ് കുഴപ്പം. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങളെന്തേലും നിങ്ങളുടെ അടുത്തിൽ എന്തായിക്കോട്ടെ, എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് എടുത്തേക്കുക. ഞാനത് ഇങ്ങനെ സ്റ്റിക്കറായിട്ട് ഒട്ടിക്കുന്നത് മറ്റേ കവായിൻ്റെ അല്ലേ, കവായി സ്റ്റിക്കേഴ്സ്. അതാണ് അതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടാണ് ഞാൻ. പിന്നെ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റൊക്കെ ചെയ്യാറുണ്ട്, ഞാൻ വരെ ചെയ്തില്ല, അതുകൊണ്ട് ചെയ്തതാണ്. ഞാൻ സ്ലീപ്പ് ഉണ്ടാക്കുന്നതാണ് ലാസ്റ്റ് ബാക്ക് ടു സ്കൂളായിട്ട് ചെയ്തത്. ഫസ്റ്റ് വീഡിയോ അതാണ്, ബാക്ക് ടു സ്കൂൾ. ഞാൻ ഈ വോയിസ് ഓവറൊന്നും കൊടുക്കുകയില്ല ഇനി സത്യം പറഞ്ഞാൽ. പിന്നെ എല്ലാവരും പറഞ്ഞ് ചെയ്തുക്കോ പറഞ്ഞിട്ട് ഇപ്പോൾ ചെയ്യാം. അല്ലെങ്കിൽ ഫുൾ ഡാൻസ് അല്ലെങ്കിൽ ഫുൾ പാട്ടൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ. ഇപ്പോഴാണ് ഞാനൊന്ന് റെഡിയായി വന്നത്. പിന്നെ നല്ല വ്യൂസും കിട്ടുന്നുണ്ട്, അതുകൊണ്ട് സെലക്ട് ചെയ്തതാണ്. നമുക്ക് അടിപൊളി ക്രാഫ്റ്റ് ആയിട്ട് വരാം. ഇപ്പം ഞാൻ സ്റ്റാർട്ടിങ് എനിക്ക് അങ്ങനെ അറിയുന്നില്ല. എന്താ ഞാൻ ലാസ്റ്റ് സ്റ്റിക്കി നോട്ടിൻ്റെ സൈസായിരുന്നു ആണത്, ചെറിയതായി. ഞാൻ കാർഡ്ബോർഡിൽ ഒട്ടിച്ചെടുത്ത് കവായി സ്റ്റിക്കർ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, അതൊന്നും കുഴപ്പമില്ല. അദ്ദേഹം പറഞ്ഞാൽ ആദ്യം നിങ്ങൾ സ്റ്റിക്കർ എടുത്ത് വെച്ചോളി പറഞ്ഞേ. അടിപൊളിയായിട്ടുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റിക്കർ എടുത്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുന്നിൽ ഒട്ടിച്ചെടുക്കുക. ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിക്കുക, ഞാൻ ഒട്ടിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഒരു കവായി ടീച്ചറിനെയാണ് ഒട്ടിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇനി ഒരു ബുക്കിൻ്റെ സ്റ്റിക്കറും. അപ്പം ഞാൻ എന്ത് ചെയ്ത് അതും ഒട്ടിച്ചത് ഈ കവായി ടീച്ചറിനെ ഒട്ടിച്ചത്. ഞാൻ ഈ കവായി സ്റ്റിക്കർ പറിക്കാൻ എത്ര ടൈം എടുക്കണമെന്ന് വെച്ചാൽ ഇത് ഈ ചെറിയ ഭാഗങ്ങൾ കയറുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് എന്ത് ക്രാഫ്റ്റ് ഐഡിയാസാണ് വേണ്ടിയെന്ന് പറയണം. എനിക്ക് ഇനിയിപ്പോൾ പൈലറ്റിൽ അങ്ങനെ ഇടയിൽ പോവാണെന്നുണ്ടെങ്കിൽ മറ്റേ പൗച്ച് ഉണ്ടാക്കണം, സിബില്ലേ, അത് വാങ്ങണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൗച്ച് ഉണ്ടാക്കണേ വീഡിയോ ഇടാം. ഇത് സിബ് ഇല്ല, അതുകൊണ്ടാണ്. സിബുണ്ട് ഞാൻ ചെയ്യുന്നു. ഇപ്പോൾ ബുക്ക് എടുക്കുന്നു ഞാൻ, അതും കയറി ലാസ്റ്റിലേക്ക് എത്തിയപ്പോൾ ഞാൻ ഇവിടെ രണ്ടും കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ കയറിപ്പോയി ചെറുതായി, പക്ഷെ അതങ്ങനെ അറിയൊന്നുമില്ല. എന്നാലും ഒരു ധൈര്യത്തിന് നല്ല രസമല്ലേ, കൂടി എന്തായാലും നല്ല രസം ഉണ്ടാവുള്ളൂ. ഇനി അതാ ഉള്ളിലേക്ക് വീണ്ടും വെച്ചെടുക്കുകയാണ്. ഇതിൻ്റെ മറ്റേ എന്താ പറയല്, മറ്റേ വീഡിയോ കഴിഞ്ഞ് ഡയറക്റ്റ് ഞാൻ ഈ വീഡിയോ ചെയ്തത്, തീരെ എനിക്ക് ടൈം കിട്ടിയില്ല. ഇത് ഞാൻ എത്രയോ നേരം മുമ്പ് ചെയ്തത്. ഞാൻ കവായി സ്റ്റിക്കറിൻ്റെ വീഡിയോ ഇട്ടിട്ടിപ്പോൾ 1 hour കഴിഞ്ഞ്. ആ 1 hour തന്നെ ഞാൻ ഇതും ചെയ്ത്. അത് കഴിഞ്ഞൊരു ഞാൻ
1 ഹവറിലെല്ലാം തീർക്കാൻ വിചാരിച്ചതിന്. ഷെല്ലും കഴിഞ്ഞില്ല, എഡിറ്റ് ചെയ്ത് തന്നപ്പോൾ തന്നെ നേരം കിട്ടിയില്ല. പിന്നെ വെച്ച് വോയിസ് ഓവറും കൂടി കൊടുത്തിട്ട് ഇന്ന് തന്നെ ഇടാൻ വിചാരിച്ച്. അടിപൊളിയായിട്ട് ചെയ്യാം. സീൻ്റെ സാധനമാണ് ഇത്. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്താ വെച്ചാൽ ഇത് കുറേ ടൈമിങ് എടുക്കും. ഇതാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യം. ഈ മിനി ബുക്ക് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്താ വേണ്ടിയെന്നും കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾ പറയുന്നത് ചെയ്തു തരും. അടിപൊളിയാണ്. മസ്റ്റ് ട്രൈ. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര, അടുത്ത വീഡിയോ ബൈ. സബ്സ്ക്രൈബ്.